ഇതിന് ചെറിയൊരു സർജറിക്ക് വേണ്ടി വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലി, ആളുടെ ജോബ് പോയി, എൻ്റെ ജോബ് പോയി, മോനുണ്ട്, അവൻ്റെ സ്റ്റഡീസ് കാര്യങ്ങൾ, ഈ ഹോസ്പിറ്റൽ എക്സ്പെൻസ്, ഓരോ ദിവസം എത്ര എക്സ്പെൻസ് വരുന്നു, നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മളിപ്പോൾ ന്യൂസ് നടക്കുമ്പോൾ മുഴുവൻ കാണുന്നത് ഇതുപോലുള്ള കേസുകളാണ്. നമ്മൾ എന്ത് വിശ്വസിച്ചോ ആ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെല്ലും. അതെനിക്കറിയില്ല എന്താ സംഭവം. കാരണം നമ്മൾ സാധാരണ പണ്ട് പറയാറുണ്ട് നമ്മുടെ ഡോക്ടേഴ്സ് ദൈവങ്ങളാണ്. ഇപ്പോൾ അവരെ എന്ത് വിളിക്കണം എന്ന് നമ്മുടെ കയ്യിൽ ഒരു ആൻസർ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നും അങ്ങനെ ആൻസർ ഇല്ല. ഞാനിപ്പോൾ അത്രയ്ക്കും ഹോപ്പ്ലെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെ നമുക്കത് ഡീലാക്കണം എനിക്കറിയില്ല. കാരണം ഇനി ബാക്കി ഞങ്ങൾ വലിയ ഏജിലായ ആൾക്കാരല്ല. ഇനിയുള്ള ഫർദർ ലൈഫിൽ ഞങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ഡീൽ ചെയ്യണം ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇതിനെ എഗെയിൻസ്റ്റ് എന്തെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിന് അഗെയിൻസ്റ്റ് എന്തെങ്കിലും നടപടി ഉണ്ടായേ പറ്റൂ. അതർവൈസ് ഞങ്ങൾക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റ് കോമ്പൻസേഷൻ കിട്ടിയേ മതിയാവും. ഇതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ പ്രൈവറ്റിനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഗവൺമെൻറ് വിശ്വസിക്കാൻ പറ്റില്ല. ഏത് ഹോസ്പിറ്റൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം നമുക്കറിയില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കുടുംബത്തിൻ്റെ ജീവിത സമരം നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. നമ്മുടെ ആരോഗ്യരംഗം, നമ്മുടെ ചികിത്സാരംഗം ഏറ്റവും മികച്ചതാണ്. ഇടയ്ക്കൊക്കെ വല്ല കത്തിയോ കോടാലിയോ കത്രികയോ ഒക്കെ ലഭിക്കുമെങ്കിലും ഞങ്ങളുടെ ചികിത്സയും ആരോഗ്യരംഗവും എല്ലാം തന്നെ മികച്ചതാണ്. ഞങ്ങളുടെ ഭരണകർത്താക്കൾ അവരവർക്ക് വരുന്ന ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയെ ആശ്രയിക്കാറുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഞങ്ങളുടെ ചികിത്സ വളരെ മികച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കല്ലൂരിനടുത്ത് തൃക്കൂർ പഞ്ചായത്തിലെ റാഫി ജോസ് വട്ടക്കുഴി എന്ന് പറയുന്ന ഒരു ചേട്ടനെ പറ്റിയാണ്. അദ്ദേഹവും ഭാര്യയും മകനും അടങ്ങുന്ന കുടുംബം വെൽ സെറ്റിൽഡായി ദുബായിൽ ജോലി ചെയ്യുന്നു. നല്ല ശമ്പളം, ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നമ്മുടെ കേരളത്തിലെത്തുന്നത്. ആരോഗ്യരംഗത്ത് കുതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. ആദ്യം തന്നെ ഈ ചേട്ടനും ഭാര്യയും ചെന്ന് കുര്യച്ചിറയിലുള്ള ഒരു സ്വകാര്യ ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കണ്ടു. എന്താണ് സംഭവം? നമുക്ക് സാധാരണ പലർക്കും ഉണ്ടാകാറുന്നൊരു സംഭവമാണ്. ഈ രാത്രി ഉറങ്ങുമ്പോൾ ശ്വാസതടസ്സം വരുന്നത്, വലിയ കൂർക്കമ്പരി, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ശ്വാസതടസ്സം വന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുന്ന, ഉറക്കം നഷ്ടപ്പെടുന്ന അങ്ങനെ ഒരു സംഗതി. ഈ അസുഖവുമായി ബന്ധപ്പെട്ട് ഈ ചേട്ടൻ ഈ സ്വകാര്യ ഡോക്ടറെ കണ്ടു. അവർ ദയാ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നു. ഒരു നിസ്സാര ഒരു ജനറൽ ശസ്ത്രക്രിയയിൽ ബന്ധപ്പെട്ടുള്ളൊരു ശസ്ത്രക്രിയ എന്ന് തന്നെ പറയാം. പക്ഷേ അതിന് അനസ്തേഷ്യ കൊടുക്കേണ്ട സംഭവമുണ്ട്. 100 കിലോഗ്രാമിനടുത്ത് ഈ ചേട്ടന് വെയിറ്റ് ഉണ്ടെന്നാണ് ഹോസ്പിറ്റൽ പറയുന്ന കാര്യത്തിൽ പറയുന്നത്. ഇത് എല്ലാം ഓക്കെ, ശസ്ത്രക്രിയയ്ക്ക് ഒരു കുഴപ്പവുമില്ല, ശസ്ത്രക്രിയ നടത്താൻ പൂർണ്ണമായും സജ്ജമാണ് എന്നുള്ള ബോധ്യത്താലാണ് കത്തി വയ്ക്കാനായിട്ടുള്ള പരിപാടി ഇടുന്നത്. നമ്മൾ ഈ ഡോക്ടർമാർ ഈ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുമ്പോൾ പറയുന്നൊരു ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ടോ? 90% രക്ഷപ്പെടും, 92, 90 മുതൽ 100 വരെ ശതമാനങ്ങൾ എല്ലാ രോഗികളുടെ ബന്ധുക്കളോട് ഒരു പറഞ്ഞിരിക്കും. 90 മുതൽ 99 വരെ പറഞ്ഞിരിക്കും. എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ചികിത്സ എന്നോട് ചെയ്യണമെന്നൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ ടെസ്റ്റ് ചെയ്യണമെന്ന്. ഞാനിതുവരെയായിട്ട് അതിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ സ്വാഭാവികമായിട്ടും ഈ ശസ്ത്രക്രിയയ്ക്ക് ഒരു നിസ്സാര സമയമെടുക്കും. ഒരു 2 ആഴ്ചയ്ക്ക് റെസ്റ്റോ മറ്റോ ആണ് വരാം. അങ്ങനെ ഫെബ്രുവരി 10 ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുകയാണ്. അപ്പോൾ അതുവരെ ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ലാണ്ട് വന്നൊരു ചേട്ടൻ, നമ്മുടെ കല്ലൂരിനടുത്ത് തൃക്കൂരിലെ റാഫി ജോസ് വട്ടക്കുഴി എന്ന് പറയുന്ന ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകനും, ഒരു പ്രശ്നമില്ല. ശസ്ത്രക്രിയ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ശതമാനം പോയി, മറ്റു കാര്യങ്ങളൊക്കെ പോയി. പിന്നെ സമയം നീളുന്നു, അങ്ങനെ നീളുന്നു, ഒക്കെ ശരിയാക്കാം. സ്ഥിരം നിങ്ങളത് കേട്ടല്ലോ, ഇത് അനുഭവമുള്ളവർക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ശരിയാവും, അത് ശരിയാവും, ഇത് ശരിയാവും. ഈ സമയങ്ങളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഇവരുടെ ഭാര്യയുടെ അടുത്ത് പറയുന്നില്ല. അതാണ് ഇതിലെ സംഭവം, ഒന്നും പറയുന്നില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി. തലാമസിൽ ഓക്സിജൻ്റെ തടസ്സം വന്നു, ട്രാക്കിയോസ്റ്റമി നടത്തി, അങ്ങനെ കുറേ ഓമികളും ഇതൊക്കെ നടത്തി. സംഗതി പുലിവാലായി. ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടെ ചികിത്സയ്ക്കായിട്ട് വന്നൊരു ചേട്ടൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? അവിടെ നിന്നും ഈ ദയാ ഹോസ്പിറ്റലിൽ നിന്നും അവർ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയപ്പോൾ ആൾ കോമയിലാണ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അതേ സ്ഥിതിയിലാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്. ആ കുടുംബം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വിഷമിക്കണം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചില വാക്കുകൾ ഉണ്ട്. അവസാനം അവരുടെ ഇതിൽ പറയുന്ന വീഡിയോയിൽ പറയുന്ന ഒരു വാക്കുകൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ സ്വകാര്യ ഹോസ്പിറ്റലാണോ ഏതാണെന്നല്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ നമ്മളെ മേത്ത് കത്തി വയ്ക്കാൻ വേണ്ടി നമ്മുടെ മുന്നിൽ നിന്ന് കച്ചിട്ട് എഴുതി മേടിക്കുമല്ലോ. അല്ല, അതോടുകൂടി പിന്നെ അവർ രക്ഷപ്പെട്ടു. അങ്ങനെയാണോ നമ്മുടെ ചികിത്സാരംഗം വേണ്ടത്? സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ചികിത്സാ പിഴവുകളും മറ്റു കാര്യങ്ങളൊക്കെ കടന്നു വരും. ആ കടന്നു വരുമ്പോൾ ഒരു ഹോസ്പിറ്റൽ സ്വീകരിക്കേണ്ട ഒരു എന്താ പറയുക, ജെൻറ്റിൽ ടച്ച് എന്ന് പറയുന്ന സംഭവമില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ടച്ച് എന്നോ ഹോസ്പിറ്റാലിറ്റി എന്നൊക്കെ പറയുന്നത്. അറവുശാലയല്ലല്ലോ ഇത്. ആ കുടുംബം ഇന്ന് കേഴുകയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്കും അനുഭവങ്ങളുണ്ടോ ഈ ദയാ ഹോസ്പിറ്റലിൽ നിന്നും? അല്ല, ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ദയാ ഹോസ്പിറ്റലിൽ നിന്നും ഇവർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്, ബാക്കിയുള്ള ആളുകൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻ്റായിട്ട് നിങ്ങൾ പറയണം. ഇന്ന് ദയാ ഹോസ്പിറ്റലിലേക്ക് കല്ലൂരിൽ നിന്നൊരു പൗരസമിതി അവർ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അവിടുത്തെ ആളുകളെല്ലാം ചേർന്ന്. എന്താ പറയുക, ഒരു കുടുംബം, ഒരു ഗൃഹനാഥൻ ഇതിൻ്റെ അവസ്ഥയാണ് കാണണേ. മൂക്കിൽ കത്തി വെച്ചതോ എന്നാ പറയാ? ഇതിപ്പോൾ എവിടെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്? കോടാലിയാണോ, കത്തിയാണോ, വാക്കത്തിയാണോ, എന്ത് സംഭവമാണോ, വയറ്റിലോ അവിടെയൊക്കെ പെടാന്നും പറയില്ല. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം എപ്പോഴും കേൾക്കാൻ പറ്റും. ആരോഗ്യ ചികിത്സാ രംഗം വളർച്ചയിലാണ്. ഒന്നോ രണ്ടോ ചില സംഭവങ്ങളുണ്ട്, അതിനെപ്പറ്റി അത് പിടിച്ചുകൊണ്ട് നിങ്ങൾ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയെ നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. നഷ്ടപ്പെട്ടതേ ആ തൃക്കൂരിലുള്ള ആ റാഫി ജോസ് വട്ടക്കുഴി എന്ന് പറയുന്ന ചേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമാണ്. ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടായിരുന്നെങ്കിൽ തവിട്ട് കൂട്ടിയതിന് അത്രയേറെ കാശും സംഗതികളും. ആ കുടുംബത്തിന് ന്യായമായ ഒരു കോമ്പൻസേഷൻ കൊടുക്കാൻ പോലും ഈ ഹോസ്പിറ്റൽ തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അല്ലേ? എന്താണ് ഇവർ ചെയ്തത്? ഇനി ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സംഗതി എന്താണെന്നറിയോ? ഹോസ്പിറ്റൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് റാഫി എന്നയാൾ അതീവമായ സ്ലീപ്പ് അപ്നിയ എന്ന ബുദ്ധിമുട്ടായാണ് ENT ഡോക്ടറെ സമീപിച്ചത്. ജനറൽ അനസ്തേഷ്യയിൽ ചെയ്യുന്ന അഡ്നോയിഡക്ടമി എന്ന സർജറി അദ്ദേഹത്തിന് നിർദ്ദേശിക്കപ്പെട്ടെങ്കിലും 100 കിലോയോളം ശരീരഭാരമുള്ള അദ്ദേഹത്തിന് സർജറിയിൽ വന്നേക്കാവുന്ന സങ്കീർണതകൾ കണക്കിലെടുത്ത് മറ്റു പല പ്രമുഖ ആശുപത്രികളും സർജറി നടത്താൻ വിമുഖത കാണിച്ചതിനെ തുടർന്നാണ് അവർ ദയയിലെത്തിയത്. സർജറിയുടെ സമയത്തോ സർജറിയെ തുടർന്നോ സംഭവിക്കാവുന്നതായ സങ്കീർണതകൾ വിശദമായി വിവരിച്ച ശേഷം ഹൈ റിസ്ക് സമ്മതപത്രത്തോടെയാണ് സർജറിക്ക് എടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ കച്ചിട്ട് നിർഭാഗ്യവശാൽ സർജറിയെ തുടർന്ന് രോഗിക്ക് അപൂർവമായി സംഭവിക്കാവുന്ന ഒരു സങ്കീർണതയായ ശ്വാസതടസ്സം നേരിട്ടതിനാൽ പെട്ടെന്ന് തന്നെ ട്രാക്ടോസ്റ്റമി ചെയ്യുകയുണ്ടായി. സാധ്യമായ എല്ലാ ചികിത്സകളും അടിയന്തരമായി നൽകിയെങ്കിലും രോഗിക്ക് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ സാഹചര്യം വരികയുണ്ടായി. തുടർന്ന് രോഗിയെ വെന്റിലേറ്ററിൽ അതിതീവ്ര പരിചരണത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ന്യൂറോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ ടീം സാധ്യമായ എല്ലാ ചികിത്സയും നൽകി വരികയും കൂട്ടിവയ്പ്പുകാരോട് എല്ലാം വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു പോന്നിരുന്നു. എന്നാൽ രോഗിയുടെ ബന്ധുക്കൾ നിർബന്ധിതമായി ഡിസ്ചാർജ് വാങ്ങി മറ്റൊരു ആശുപത്രിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ശേഷം ഒരു ചർച്ചയ്ക്ക് പോലും അവർ ആശുപത്രി അധികൃതരെ സമീപിക്കുകയുണ്ടായില്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ തികച്ചും ദൗർഭാഗ്യകരമായി പോയി. ദയ ആശുപത്രിയും ഡോക്ടർമാരും ഏത് സേവനത്തിനും സന്നദ്ധരായി അദ്ദേഹത്തിനും കുടുംബത്തിനും കൂടെ തന്നെയുണ്ട്. എന്നാൽ അതാണ് ഇനി പറയാൻ പോകുന്ന സംഗതിയാണ് നിങ്ങൾ ഞാൻ അമ്പരന്ന് പോയി. എന്നാൽ ഇലക്ഷൻ അടുത്ത് വന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ചില രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ദയ ആശുപത്രിക്ക് എതിരായി കുടുംബത്തെ ഉപയോഗിക്കുകയും മാധ്യമ ശ്രദ്ധ നേടാനായി അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ്. സർജറിക്കിടയിൽ സംഭവിക്കാനിടയുള്ള ഒരു സങ്കീർണതയെ മെഡിക്കൽ നെഗ്ലിജൻസ് ആയി ചിത്രീകരിക്കാൻ മനഃപൂർവ്വമായ ശ്രമം ഇവർ നടത്തുന്നു. ഇതിനെ ദയ ആശുപത്രി ശക്തമായി അപലപിക്കുന്നു. എത്രയോ ദുരിതം അനുഭവിക്കുന്ന രോഗികൾക്ക് ആശ്രയമാണ് ദയ ആശുപത്രി. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടോ? അതോ ആദ്യമായിട്ടാണോ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്? ഈ വീട്ടമ്മ പറയുന്നു, ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവരോട് ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞില്ല, ഒരു സംഭവങ്ങളും ഇവരോട് കൃത്യമായിട്ട് പറയാനില്ല. ഈ ഓരോ സംഭവം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് അനുഭവമുള്ള കുറച്ചുകൂടി സമയമുണ്ട്, ഇപ്പോൾ ശരിയാക്കും, എല്ലാം കഴിഞ്ഞു, ഓക്കെയാണ്, നോ പ്രോബ്ലം, വേറെ കുഴപ്പമൊന്നുമില്ല. ആൾ വെന്റിലേറ്റർ കിടക്കായിരിക്കും, നമ്മൾ വലുത് അറിയുന്നുണ്ടത്. ആ വീട്ടമ്മയുടെ പകപ്പും അന്താളിപ്പും ആ കണ്ണുകളിൽ നിങ്ങളൊന്ന് കാണും. എന്താണ് അവർ ചെയ്യേണ്ടത്? അവരെന്താണ് ചെയ്യേണ്ടത്? ഈ കച്ചിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം ഞങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞു, ഞങ്ങളുടെ മേത്ത് എവിടെ വേണമെങ്കിലും കത്തിവെക്കാം. ഇത് എന്താണ് ഈ പറയുന്നത്? ഈ ചികിത്സാ പിഴവ് എന്ന് പറയുന്നതിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് നടക്കുന്നത്. ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സംഭവം ഒരു വ്യവസായമായതോടുകൂടിയേ ഒരു രക്ഷയില്ല. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഇവിടെ ഏറ്റവും ഹൃദയാർദ്രമായ സംഭവം എന്ന് പറയുന്നത് ഒരു കുഴപ്പവുമില്ലാതെ, എന്ന് വെച്ചാൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വേറെ യാതൊരു പ്രശ്നങ്ങളില്ലാതെ ജീവിതത്തിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും അനുഭവിച്ചുകൊണ്ട് പോകുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്കിതിന് ഉത്തരം പറയാനുണ്ടാവും. ഇതൊക്കെ 100-ൽ ഒരാൾക്കൊക്കെ സംഭവിക്കാം. നാളെ നിങ്ങൾക്ക് വരുമ്പോഴായിരിക്കും നിങ്ങളിതുപോലെ നിലവിളിക്കുന്നത്. ആ വീട്ടമ്മയുടെ കണ്ണീരിന് മുന്നിൽ ലജ്ജിച്ച് തല താഴ്ത്തുന്നു. ഞാനും ഈ സമൂഹത്തിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത് എന്ന കഥാവശേഷനിലെ ദിലീപ് പറഞ്ഞ ഡയലോഗ് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് സമരമാണ്. ദയാ ഹോസ്പിറ്റലിലേക്ക് സമരം നടത്തുന്നു. ആ ഗ്രാമം അവരോടൊപ്പം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും ആരും ആയിക്കോട്ടെ, അതിൻ്റെ ഇടയിൽ ഒരു രാഷ്ട്രീയം കുത്തിയറച്ചുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ ഡയലോഗ് അടിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കത്തി വയ്ക്കുന്നതിന് മുൻപ്, കച്ചീട്ടിൽ എഴുതുന്നതിന് മുൻപ്, അതിനുശേഷം ഓപ്പറേഷൻ ടേബിളിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ ശതമാനക്കണക്കുകളും പുറത്തിരിക്കുന്നവരുടെ ഉള്ളിൽ ആദ്യമാണ്. ഒന്നും അറിയാനായിട്ട് സാധ്യതയില്ല. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ കുറേ വാക്കുകൾ കേൾക്കും. ട്രാക്കോസ്റ്റോമി, ഹൈപ്പോതലാമസ്, മറ്റേ തലാമസ്, അവിടെ ഇവിടെ ഇത് കഷ്ടമാണ്. ഒരു കുടുംബം തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. എന്തെങ്കിലും ഞാൻ കണ്ടു. പരാതിയുമായി അവർ സംവിധാനങ്ങളെ സമീപിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല എല്ലാത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതിനാണല്ലോ ഈ കച്ചിട്ട്. ബാക്കി ആ വീട്ടമ്മ പറയുന്നത് കേൾക്കാം. എൻ്റെ പേര് ബിൻസി എന്നാണ്. ഞാൻ ഇവിടെ കല്ലൂർ തൃക്കൂർ പഞ്ചായത്തിൽ താമസിക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ഞങ്ങളിവിടെ മോനും ആയിട്ട് ദുബായിൽ സെറ്റിൽഡ് ആയിരുന്നു. അപ്പോൾ നമ്മളൊരു വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നത്, ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കേസിന് വേണ്ടിയിട്ട്, അഡിനോയിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. നോർമലി നമുക്കത് ഒരു ചെറിയൊരു മൈനർ സർജറിയാണ്. പിന്നെ ദെൻ റിക്കവറിയും 2 വീക്സിൻ്റെ ആവശ്യമുള്ളായിരുന്നു. കാരണം ലേസർ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അങ്ങനെ വന്നതിന് ശേഷം നമുക്കൊരു കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ഡിസംബർ ലാസ്റ്റ് കൂടി വരായിരുന്നിട്ട് ഞങ്ങൾ ജനുവരിയിലാണ് എത്തിയത്. അപ്പോൾ ജനുവരി ഞങ്ങൾ ലാസ്റ്റ് ഒരു 28th ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇതുപോലെ കസിൻസ് പറഞ്ഞിട്ട് ഞാനൊരു ജേക്കബ് നടക്കാവുകാരൻ, അതായത് നമ്മൾ കുരിയച്ചിറ ഒരു ക്ലിനിക്ക് ഇട്ടിട്ടുണ്ട്. ആ ഡോക്ടറെ അടുത്ത് പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് നല്ല ഡോക്ടറാണ്, നല്ല ട്രീറ്റ്മെൻറ്റാണ്, നമുക്ക് എന്തെങ്കിലും സർജറിയുടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കത് കൂടുതൽ നമുക്ക് വിഷയമുള്ള കേസുള്ളൂ എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ഒരു 28-ാം തീയതി ഞങ്ങൾ ആളുടെ ക്ലിനിക്കിലേക്ക് പോയി. ക്ലിനിക്കിൽ പോയി ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങളിങ്ങനെ നാട്ടിലേക്ക് വന്നതൊക്കെയാണ്, അവിടെ തണുപ്പായിട്ട് പിന്നെ ആൾക്ക് നല്ല കഫക്കെട്ടും കാര്യങ്ങളും വരുമ്പോൾ ചെവി അടയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതൊരു കാര്യം ചെയ്യാൻ അങ്ങനെ വന്നതാണ് എന്നൊക്കെ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ എൻഡോസ്കോപ്പി എടുത്ത് നോക്കി. അപ്പോൾ എൻഡോസ്കോപ്പി എടുത്ത് നോക്കിയപ്പോൾ അതിൽ മൂക്കിൽ നല്ല ദശയുണ്ട്, മൂക്കിന് പാലത്തിന് നല്ല വളവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൽ ഇച്ചിരി നല്ലോണം നല്ലോണം ദശ ഉള്ളത് കൊണ്ട് നമുക്ക് അതിന് സർജറി വേണം. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ECG, എക്സ്റേ
അതിൽ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളൊരു ദയ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് റെഫർ ചെയ്യാം എന്നിട്ട് എടുത്ത് പറഞ്ഞു. ഓക്കെ, ആളും അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എന്നിട്ട് ENT സർജനാണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റെഫറൻസ് അനുസരിച്ച് നമ്മൾ പോളിക്ലിനിക്കിൽ പോയി നമ്മളൊരു ഈ ടെസ്റ്റുകളെല്ലാം ചെയ്ത് നമ്മൾ നെക്സ്റ്റ് മൺഡേ വരുന്ന മൺഡേ നമ്മൾ ഡോക്ടറെ കണ്ടു, റിസൾട്ട് കാണിച്ചു. അപ്പോൾ ഞാൻ അതിനുശേഷം അത് പറഞ്ഞു ഇങ്ങനെ ടെസ്റ്റുകൾ കണ്ടപ്പോൾ ഓക്കെയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ രാത്രി ഇച്ചിരി ഉറക്കക്കുറവുണ്ട്, അതുപോലെ തന്നെ കിടന്നുറങ്ങുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോവാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഉറക്കം പ്രോപ്പർ ആവാത്തത് കൊണ്ട് പകൽ ഉറങ്ങുന്നതാണ് ഇഷ്യൂ ഉള്ള കേസല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അവിടെ ചെവി അടയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചെവി നമ്മൾ അതുപോലെ തന്നെ എൻഡോസ്കോപ്പ് ചെയ്ത് നമ്മൾ നോക്കിയപ്പോൾ പറഞ്ഞു ഇഷ്യൂസ് ഒന്നും ഇല്ല, ഈ അഡിനോയിഡ് ആഫ്റ്റർ എഫക്റ്റ് ആണത്. അത് കഴിച്ച് നല്ലോണം ചിലപ്പോൾ ദശ നല്ലോണം ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ചെവി അടയുന്നത് കഫക്കെട്ട് ചെറുതായിട്ട് വരുമ്പോഴെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് അന്ന് നമ്മൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പോയിട്ട് ദയ ഹോസ്പിറ്റലിലെ അനസ്തേഷ്യ ഡോക്ടറൊക്കെ പോയി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ പോകാൻ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഏതായാലും വന്ന സ്ഥിതിക്ക് നമുക്കങ്ങനെ ആ സെയിം ഡേ തന്നെ നമ്മൾ ആളെ പോയി കണ്ടു, നമ്മൾ ഈ റിസൾട്ടുകളെല്ലാം കാണിച്ചു, ആൾ വെയിറ്റ് നോക്കി, അതുപോലെ ചെക്കപ്പ് ചെയ്തു. അപ്പോൾ മെഡിക്കലി സർജറിക്ക് ഫിറ്റാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9-ാം തീയതി അപ്പോൾ അഡ്മിഷൻ, 10-ാം തീയതി സർജറി, തന്നെ 11-ാം തീയതി നമുക്ക് ഡിസ്ചാർജ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൺഡേ 9-ാം തീയതി അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പം നമ്മൾ ഈവനിങ് അതുപോലെ 7:45 ഒക്കെ അഡ്മിഷൻ ആയപ്പോൾ നമ്മൾ റൂമിലേക്ക് മാറി. നമുക്ക് 2-3 ദിവസത്തെ കേസുള്ളിലുള്ളൂ, നമുക്ക് പ്രശ്നമില്ല, അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി നമുക്ക് ഇത് കഴിഞ്ഞ് സർജറി ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. then ഞങ്ങൾ അത് കഴിഞ്ഞ് 9-ാം തീയതി അഡ്മിറ്റ് ചെയ്തു. 10-ാം തീയതി ഞങ്ങളൊരു 12 മണിയായപ്പോൾ ഞങ്ങൾ 11:30 കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സർജറിക്കായിട്ട് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. 12 മണി കഴിഞ്ഞപ്പോൾ 12:05 ആയപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ അനസ്തേഷ്യ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും അപ്പോൾ ആളെ ഞാൻ തിയേറ്ററിൽ കയറി കണ്ടു, കുഴപ്പമില്ല പേടിക്കണത് പറഞ്ഞിട്ട് ഞാനത് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ സാധാരണ ഒരു 40-45 മിനിറ്റ്സ് മാക്സിമം എടുക്കുന്നുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിന് 40 മിനിറ്റ്സായി. നമ്മളെൻ്റെ ലാസ്റ്റ് റിസപ്ഷനിൽ പോയി അന്വേഷിച്ചു, കഴിഞ്ഞിട്ടില്ലേ സർജറി കഴിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. then നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മണി ആയപ്പോഴും കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 2 മണി കഴിഞ്ഞപ്പോഴാണ് സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്പറേഷൻ കോംപ്ലക്സിൽ പോയിട്ട് ICU കോംപ്ലക്സ് അതിൽ പോയിട്ട് നമ്മൾ ഡോക്ടറെ കണ്ടു. അപ്പോൾ നമുക്ക് അതിൻ്റെ സർജറി കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ പാർട്ടിക്കിൾസ് നമുക്ക് കാട്ടി തന്നു. അത് കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞു, ആൾ പോയി. അപ്പോൾ ഞാൻ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സർജറി കഴിഞ്ഞാൽ നോർമലി നമുക്ക് പേഷ്യൻസ് കാട്ടി തരും. പക്ഷേ അങ്ങനെ പേഷ്യൻസ് കാട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ബാക്കിൽ സൈഡിൽ തന്നെ ഞങ്ങൾ ചെയർ ഇട്ടിരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ റാഫിയുടെ ഓക്സിജൻ കൗണ്ട് ഭയങ്കര കുറവാണ്, നമുക്ക് ട്രക്കിയോസ്റ്റമി ചെയ്യണം, നിങ്ങളൊരു കൺസെൻറ്റ് സൈൻ ചെയ്താൽ മറ്റൊരു നഴ്സ് വന്നിട്ട് സൈൻ ചെയ്ത് വിളിച്ചു. അപ്പോഴേക്കും എനിക്ക് എന്തോ ടെൻഷനായി. കാരണം ഒരു കുഴപ്പമില്ലാത്ത ആൾ പെട്ടെന്ന് വന്നിട്ട് ഇതുപോലെ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷനാവും. അപ്പോഴേക്കും ഞാൻ അമ്മേനെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ അനിയത്തി അവിടെ തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾ ഓടി വന്നതിൻ്റെ അടുത്ത് എന്നിട്ട് അവളെന്നെ എന്നിട്ട് കുഴപ്പമുണ്ടാവില്ല, പേടിക്കണം തോന്നും. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആൾ മാറ്റണത് വെൻറ്റിലേറ്ററൊക്കെയാണ്. അപ്പോഴാണ് ഈ രാവിലെ ഈ 12 മണി നേരത്ത് ആളെ തിയേറ്ററിൽ കണ്ട ശേഷം പിന്നെ ഞാൻ കൊണ്ടുവന്നത് വെൻറ്റിലേറ്ററിലാണ്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഇന്നത്തെ സിറ്റുവേഷൻസ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെ ഹാർട്ടിലേക്ക് ഓക്സിജൻ വളരെ കുറവായിരുന്നു, അതൊക്കെ എന്നോട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ ക്രിട്ടിക്കലാണ്, ഓക്സിജൻ ഡൗൺ കുറഞ്ഞു പോയി, അതുപോലെ നമ്മൾ ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് 24 hours to 48 hours കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ നമ്മൾ സംസാരിച്ചായിരുന്നു. ഓക്കെ, നമ്മളതിൻ്റെ നെക്സ്റ്റ് ഡേ ഫിക്സ് പോലെ വരുന്നു, അങ്ങനെയാണ് ഇഷ്യൂസ് കുറേ ക്രിട്ടിക്കൽ കേസുകളൊക്കെ നമ്മൾ പറഞ്ഞു. അത് നമ്മൾ 48 hours കഴിഞ്ഞിട്ട് MRI എടുത്തു. അപ്പോഴാണ് പറഞ്ഞാൽ തലാമസിൽ ചെറിയൊരു ഹൈപ്പോക്സിയ വന്നിട്ടുണ്ട്, ചെറിയ ഇഷ്യൂ ആണ്. ഡ്യൂട്ടി ഡോക്ടർ നമ്മുടെ അടുത്ത് സംസാരിച്ചായിരുന്നു. 4 days കഴിഞ്ഞിട്ടാണ് നമ്മളെടുത്ത് ഈ MRI എടുത്തത്. കാരണം അത് സ്റ്റേബിൾ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ MRI എടുത്തതിന് ശേഷം എന്നാലും നമ്മൾ ഇതിനിടയ്ക്ക് കണ്ടീഷൻസ് കൂടുതലാണ്, അതുപോലെ നമുക്ക് ഫിക്സ് പോലെ വരുന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ അത് സെഡേഷൻ ടൈപ്പുള്ള മെഡിസിനാണ്. അതെടുത്തിട്ടുണ്ടെങ്കിൽ സെഡേഷൻ ടൈപ്പ് ആവും, അത് കുറച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആൾ ഓർമ്മയിലേക്ക് വരുള്ളൂ എന്ന് നമ്മൾ സംസാരിച്ചായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു 14-ാം തീയതി നമ്മൾ ഈ MRI എടുത്തതിന് ശേഷം MRI എടുത്ത് കഴിഞ്ഞ് തിരിച്ച് വന്നു. റിസൾട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് ഡേ അറിയാമെന്ന് പറഞ്ഞു. സൺഡേ നമ്മൾ എന്ത് ചെയ്തു, ജോസഫ് ഡോക്ടറെ കണ്ട് സംസാരിച്ചു. ജോസഫ് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ ആളുടെ സർജറി ഒക്കെ ഓക്കെയാണ്, ഇഷ്യൂസ് ഒന്നും ഇല്ല, ബാക്കി അതർ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ബാക്കി ഡീൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മളോട് സംസാരിച്ചായിരുന്നു. നാരായണ ഉണ്ണി സാർ എന്ന് പറയുന്ന ആളാണ് ന്യൂറോയുടെ ഡോക്ടർ. അപ്പോൾ ആൾ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഹൈപ്പോക്സിയാണ്, 2 സൈഡും ബ്രെയിനിൻ്റെ 2 സൈഡും പ്രശ്നമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് വെച്ചാൽ 16th നൈറ്റ് അന്ന് തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു ഓൺ റിസ്കിൽ നമ്മൾ ഗ്രാജുഗിരി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആണ് ചെയ്തത്. ഇപ്പോൾ ആളും ഇപ്പോഴും ക്രിട്ടിക്കലി കോമ സ്റ്റേജിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ ഫസ്റ്റൊക്കെ ശ്രദ്ധിച്ചെങ്കിലും പിന്നീട് ആളുടെ മെത്ത് ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ടായിരുന്നു.
കാരണം നമുക്ക് ആളുടെ കൈ കാല് നീര് വന്നിരിക്കുന്നു, വയറ് വീർത്തിരിക്കുന്നു, കണ്ണൊക്കെ മുഖമൊക്കെ നമുക്ക് വല്ലാതെ ഇരിക്കുന്നു, അതുപോലെ കൈ നീരാന്ന് പറഞ്ഞിട്ട് ഡ്രിപ്പ് എന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിൽ തൂക്കിയിട്ടേക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മാനസികാവസ്ഥ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഒരു ഇൻഷുറൻസിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു 4 ലക്ഷത്തിന് അധികം ചിലവ് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ സാധാരണ പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസിൽ ആളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേലും നമുക്കൊരു ഇപ്പോഴും അതിലേക്ക് ആൻസർ ലെസ്സാണ് ഞാൻ. ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ ഒരു കുറഞ്ഞ ആയുസേ വീഡിയോയ്ക്ക് ഉണ്ടാവുള്ളൂ. നമ്മുടെ മെറ്റാച്ചാനോട് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ കമ്മ്യൂണിറ്റി ഗൈഡൻസോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അതിൽ പെടുത്തി സംഗതി കാട്ടിക്കളയാം. അതുകൊണ്ട് നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്ക് നാളെ വരാം എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം ഇങ്ങനെ നിർത്തിയിട്ടാണ് അവസാനിപ്പിക്കുന്നത്.